ആയാലും ഈ നാട് നന്നാവാൻ പോകുന്ന ലക്ഷണമുണ്ട്. ഇതൊക്കെ തന്റെ സായിപ്പന്മാര് വരുമ്പോ ചെയ്താൽ മതി. എന്നെ കാണുമ്പോ ഇത്ര ബുദ്ധിമുട്ട് ഒന്നും വേണ്ട. Good morning, sir. Good morning. I am Rajagopalan, Chief Secretary. അറിയാം. Please come. Meet Mr. Shanmugam, Home Secretary. Mr. Jagannathan, Revenue Secretary. Mr. James, Finance Secretary. Mr. Cherian, Law. Mr. Hamid, Industries. Mr. Ravindran, Health Services. Mr. Alex, Civil Supplies. Mr. Peter, Agriculture. Mr. Rajan, Fisheries. IG, Law and Order. DIG, Crimes. Sir, ചിലർ ടൂറിലാണ്, ചിലർ ലീവിലും. വെരി ഗുഡ്. വെൽ ജെന്റിൽമെൻ, നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരു പുതുമുഖമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. Are you free now, sir? Yes, sir. എന്റെ കൂടെ അല്പസമയം ചെലവഴിക്കുന്നത്? വരാം, sir. Then please come. Please take a seat. Thank you. താങ്കളുടെ ഓഫീസ് ടൈം എങ്ങനെയാണ്? 10 to 5. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈം ടേബിൾ ചെറിയൊരു മാറ്റം വരുത്തണം. From tomorrow onwards, I will be present in my office from 8 o'clock in the morning till 8 o'clock in the evening. അതായത് രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയുമായിരിക്കും നമ്മൾ തമ്മിൽ കാണുന്ന സമയം. Is it okay for you? Yes, sir. മൊത്തത്തിൽ ഒരു മാറ്റം വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ ആരംഭം തലപ്പത്ത് തന്നെ ആവട്ടെ. ആദ്യമായി എനിക്കറിയേണ്ടത് ഈ ഗവൺമെന്റിന്റെ കീഴിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. വിത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. എപ്പോ തരാൻ സാധിക്കും? Sir, within 2 days? No. I want it tomorrow and I must get it. Yes, sir. Thank you. You may go. താനിങ്ങ് വന്നേ. എന്താ സാർ? എപ്പോഴാണോ പ്രസ് കോൺഫറൻസ്? പ്രസ് കോൺഫറൻസ് അതിപ്പോ പ്രസ് കോൺഫറൻസ് എപ്പോഴേലും വെക്കാവല്ലോ. ആഹാ. പിന്നെന്തൊക്കെയാണ് ഇന്നത്തെ ബാക്കിയുള്ള പ്രോഗ്രാം? നോക്കാം. പ്രോഗ്രാം ഞാൻ ചോദിച്ചിട്ട് പറയാം. അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് പാടൂ. വിശ്വ, പാപ്പച്ചനെ കണ്ടില്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. നമ്മുടെ കണക്കുകൂട്ടൽ അല്പം തെറ്റി. സാരമില്ല, മാനേജ് ചെയ്യാം. ബാക്കി മന്ത്രിമാരുടെ കാര്യമൊക്കെ ഡിസൈഡ് ചെയ്തു? ഒന്നും ആയിട്ടില്ല. ഇന്നും നാളെയൊക്കെ ആയിട്ടേ ആവും. അതല്ല, ഈ മന്ത് എൻഡിൽ എക്സൈസ് ഓപ്ഷന് നമുക്ക് പറ്റാത്ത വല്ലവരുമാണ് മന്ത്രിയെങ്കിൽ നമ്മുടെ പരിപാടി മുഴുവൻ കൊഴിയും. വിശ്വം ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. KGR നമ്മുടെ പയ്യനല്ലേ, അവൻ അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ എത്രയും വേഗം നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കും. ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായി നാട്ടിനും നാട്ടാർക്കും കൊള്ളാത്ത വെള്ളാനകളായ കോർപ്പറേഷനുകളെ എത്രയും വേഗം നിർത്തലാക്കുന്നതായിരിക്കും. അത്ഭുതങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഭരണരീതിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ പുതിയ അബ്കാരി നയം ഈ മാസം അവസാനം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, മന്ത്രിസഭ വികസിപ്പിക്കുന്നില്ലേ? ആരൊക്കെയാണ് പുതിയ മന്ത്രിമാർ? തീരുമാനമായിട്ടില്ല. മന്ത്രിസഭയിൽ ചെറുപ്പക്കാർക്കായിരിക്കും മുൻതൂക്കം എന്ന് കേട്ടത് ശരിയാണോ? അങ്ങനെയല്ലേ വേണ്ടത്. പ്രായമായവരോട് മുഖ്യമന്ത്രിക്ക് അലർജി വല്ലതുമുണ്ടോ?
ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രായമായ ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ട്. കാലാകാലങ്ങളിൽ എല്ലാത്തിനും മാറ്റമുണ്ടാവണം. മനുഷ്യന് പണത്തിനോടുള്ള ആർത്തിയും ലൗകിക സുഖങ്ങളോടുള്ള ആസക്തിയും ഒരു പ്രായം കഴിഞ്ഞാൽ അവസാനിക്കാം. പക്ഷേ അധികാരത്തിനോടുള്ള ദുർമോഹം മരണം വരെയും ഉണ്ടാവും. ഞാനല്ല, ബെർട്രാൻ റസൽ പറഞ്ഞതാ. പിന്നെ യുവാക്കൾക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുമെന്നേ ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ. പിന്നെ റിട്ടയർമെന്റ് എല്ലാത്തിനും ഒരു ആവശ്യമല്ലേ? പലരെയും കൊള്ളിച്ചാണ് സാർ ഇത് പറയുന്നതെന്നറിയാം. പക്ഷേ ജനങ്ങൾക്കും പാർട്ടിക്കും ആവശ്യമാണെങ്കിൽ പ്രായം ഒരു അയോഗ്യതയാണോ? അല്ല. എന്ന് വെച്ച് എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞൂടെ? മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനമാണിത്. സാറിന് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഈ രാജ്യത്ത് തേനും പാലും ഒന്നും ഒഴുകാൻ പോകുന്നില്ല. ഒരു രാമരാജ്യവും ഇവിടെ പ്രതീക്ഷിക്കണ്ട. പിന്നെ കുറച്ചു ദിവസം KGR ജനങ്ങൾക്കൊരു പുതുമയായിരിക്കും. വാട്ട് യു കോൾ എ ചേഞ്ച്. അതും ഒരു പഴയ അധ്യായമായി മാറും. അതുവരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുക, എന്നോട് സഹകരിക്കുക. നമസ്കാരം. കൊട്ടാരം പോലത്തെ വീട്. അയ്യോ മനസ്സിലേ. ഡയറി ഡയറി സൂക്ഷിച്ച്. ഉണ്ട് ചെരുപ്പ്. വരൂ മാഡം. അയ്യോ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ആഹാ. അയ്യോ AC. നിലവിളക്ക് നിലവിളക്ക്. അപ്പുറത്ത് 2 ബെഡ്റൂം കൂടി ഉണ്ട്. മനസ്സിലെ TV. അത് ടോയ്ലറ്റ് ആണ്. എവിടെ? ഇത് ഓഫീസ് റൂമിനേക്കാൾ ഗംഭീരമായിരിക്കുന്നല്ലോ. ഇതിനൊക്കെ ഭയങ്കര വിലയല്ലേ? അതെ അതെ. ഇതെന്താ? ഇത് വെള്ളം ചൂടാക്കാനുള്ളതാ. ഇവിടെയാണോ കാപ്പി ഇടുന്നത്? അല്ലല്ല. ഇത് മീൻ വളർത്താനുള്ളതാ? ഇല്ല, ഇത് ബാത്തിടപ്പാ. കുളിക്കാനുള്ളതാ. ആഹാ. ഹലോ. ഈ ഷവറ കുളിക്കാനുള്ളതാ. എന്താ ഇത്? ഞാനേ മുഖം ഒന്ന് എഴുതിയതാ. ഗോപിയേട്ടൻ എല്ലാ റൂമും കണ്ടോ? ഹലോ. ഹലോ, ഇതിൽ STD ഉണ്ടോ? ഇപ്പോഴില്ല, ഉടൻ തന്നെ കണക്ട് ചെയ്യും. അവിടെ തന്നെ കണക്ട് ചെയ്യണം. എനിക്ക് AC-യും STD-യിലും ഉറക്കം വരത്തില്ല. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 1-2 ബംഗ്ലാവ് കൂടി ഉണ്ട്, അതുകൂടി കാണാം. വേണ്ട വേണ്ട, ഇത് തന്നെ മതി. ഇത് തന്നെ മതി. വേണ്ട, ഈ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. ഒരു വീട്ടിലേക്ക് മാറുന്നില്ല. എന്തിനാ എത്ര വാശി? നമ്മൾ ചോദിച്ചൊന്നും അല്ലല്ലോ. വേണ്ടെന്ന് നിന്നോടല്ലേ പറഞ്ഞത്? ഇവിടെ താമസിച്ചുകൊണ്ടുള്ള ഭരണമൊക്കെ മതി. വേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഈ വീട് തന്നെ മതി. അതാ നല്ലത്. ഇതുപോലെ പല ആഗ്രഹങ്ങളും തോന്നും. അതൊക്കെ മുളയിലെ അങ്ങ് നുള്ളിക്കളയുന്നതാ നല്ലത്. ഞാനെല്ലാം കേട്ടു. മത്സലേ, ഇതിനൊക്കെ ഒരു യോഗം വേണം. കൊട്ടാരം പോലത്തെ ഒരു വീട്, ബെഡ്റൂമിനൊക്കെ എന്താ വലിപ്പം. കാർപ്പറ്റ്, AC, ടെലിവിഷൻ, സ്പ്രിംഗ് കട്ടിൽ. ബാത്റൂമിലോ കുളിക്കാൻ കെട്ടുവെള്ളം പോലൊരു ടബ്. ചൂടുവെള്ളോ പച്ചവെള്ളോ എന്താ വേണ്ടത്? അതിന്റെ അടുക്കളയുടെ അത്ര വലിപ്പമില്ല ഈ വീടെല്ലാം കൂടെ ചേർത്ത്. എന്തിനധികം പറയുന്നു, അട്ടേ പിടിച്ച് മെത്തേ കിടത്തി. ഹലോ. എന്ത് വേണം? എന്ത് വേണം?